ഈ നിർമ്മിത ബുദ്ധിയിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് എളുപ്പം തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ എളുപ്പം എന്ന് തോന്നുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടറിനും കൂടി പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ഈ ചിത്രം കൊടുത്ത് കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു, ഇങ്ങനത്തെ കുറേ ചിത്രങ്ങൾ, പട്ടിണി ഉള്ള കുറേ ചിത്രങ്ങൾ ഡാറ്റ ആയിട്ടാണ് കൊടുക്കുക കമ്പ്യൂട്ടർ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ആ ഫുഡിന് എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കണ്ട് അത് മനസ്സിലാക്കിയിട്ടൊരു കാര്യം ചെയ്യുന്നത്. അപ്പൊ അതേപോലെ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ നിർമ്മിത ബുദ്ധിയുടെ ആഹാരം എന്ന് പറയുന്നത് ഡാറ്റയാണ്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റയാണ് ആഹാരം, ഈ നിർമ്മിത ബുദ്ധിയുടെ ആഹാരം. അപ്പൊ ഇങ്ങനത്തെ കുറേ പിക്ചറുകൾ കൊടുക്കുന്നു. ഈ കുറെ പിക്ചറുകൾ കൊടുത്തതിന് ശേഷം കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത് എന്ത്, ഇത് പട്ടിണിയാണെന്നും ഇനി ഇതേപോലത്തെ ഒരു പിക്ചർ കമ്പ്യൂട്ടറിനെ കാണിക്കരുത്. അപ്പൊ കമ്പ്യൂട്ടർ എന്ത് പറയും, എക്സ്പ്ലെയിൻ ചെയ്ത് ഇതാണ് സംഭവം, ഇതാണ് നിർമ്മിത ബുദ്ധി. നേരത്തെ ഇല്ല, നിർമ്മിത ബുദ്ധിയെ ചെയ്യാൻ കഴിയും. ആണ് മനുഷ്യൻ. ഞാൻ ഉദാഹരണം പറയാം. അപ്പൊ ഒരു കുട്ടി ജനിച്ചെന്ന് വിചാരിക്കാം. ഒരു കുട്ടി ജനിച്ചെന്ന് വിചാരിച്ചിട്ട് ആദ്യം തീ തൊട്ടതിന് ശേഷമാണ് എന്ത് മനസ്സിലാക്കുന്നത്, പിന്നെ തീ കാണുമ്പോഴാണ് പഠിക്കുന്നത്. ഇതേ സംഭവം തന്നെയാണ് എന്ത് കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലും. പക്ഷെ കമ്പ്യൂട്ടർ എന്താ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ കഴിയും. വലിയ ഡാറ്റകളിൽ നിന്നിട്ട് അതിൽ നിന്നൊരു നിഗമനം രൂപീകരിക്കുന്നതിന് മനുഷ്യന് കഴിഞ്ഞോളന്നില്ല. കുറേ കണക്റ്റഡ് ആയ കാര്യങ്ങൾ തന്നിട്ട് അതിനൊരു കാര്യം, ഒരു നിഗമനം എത്തിച്ചേരണമെങ്കിൽ ചിലപ്പോൾ അത് മനുഷ്യന് കഴിഞ്ഞോളന്നില്ല. അതാണ്. ഇപ്പം അത് നമ്മളെ ബ്ലഡിന്റെ സാമ്പിൾ എടുത്തു, യൂറിന്റെ സാമ്പിൾ എടുത്തു, പല കാര്യങ്ങൾ, മെഡിക്കൽ റെക്കോർഡ്സ് എടുത്തു. അതിന് എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ബെറ്റർ റിസൾട്ട് തരാൻ പറ്റിയ ആർക്കായിരിക്കും, ഒരു ഡോക്ടറെക്കാൾ ഉപരി അതൊരു കമ്പ്യൂട്ടറിനായിരിക്കും കൂടുതൽ ആ കാര്യം അനലൈസ് ചെയ്യാൻ പറ്റുക. 2 തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആ നിർമ്മിത ബുദ്ധിയാണ്. ഒന്ന് വീക്കും ഒന്ന് സ്ട്രോങ്ങും. ഈ വീക്ക് എന്ന് പറയുന്നത് ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര എക്സ്പെർട്ട് ആയിരിക്കും. അതായത് ഇപ്പം ചെസ് കളിക്കുകയാണെങ്കിൽ ആ ചെസ് കളിക്കാൻ ഏറ്റവും വിദഗ്ധ ആരായിരിക്കും, ആ നിർമ്മിത ബുദ്ധി ആയിരിക്കും. ഇനി സ്ട്രോങ് എന്നുള്ളൊരു വിഭാഗമുണ്ട്. അതിന് ചെസ് കളിക്കാൻ കഴിയും, അതേപോലെ എന്ത് ചെയ്യാൻ ഫുട്ബോൾ കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളോട് വേണ്ട രീതിയിൽ സംസാരിക്കാൻ പറ്റും. ഇപ്പൊ മനുഷ്യന്റെ പ്രത്യേകത എന്താ, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഫുട്ബോൾ കളിക്കാരന് ചിലപ്പോൾ അതേപോലെ ക്രിക്കറ്റ് കളിക്കാനും പറ്റും. കുക്ക് ചെയ്യുമ്പോൾ പാട്ട് പാടാൻ പറ്റും. ഇപ്പൊ കുക്ക് ചെയ്യുന്ന ഒരു AI ആണെങ്കിൽ അതിന് ചിലപ്പോൾ പാട്ട് പാടിക്കോളാൻ കഴിഞ്ഞോളന്നില്ല. അത് അതിന്റെ കാര്യത്തിൽ എന്താണോ അതിലായിരിക്കും അത് കൂടുതൽ സ്ട്രോങ് ആയിട്ടുണ്ടാവുക. സ്പെഷ്യലൈസേഷൻ, അതാണ് VKI എന്ന് പറയുന്നത്. അതിന്റെ പേര് VKI ആണ്, പക്ഷെ ആ കാര്യത്തിലായിരിക്കും അത് കൂടുതൽ പ്രാഗൽഭ്യം ഉണ്ടാവുക. ആ സ്റ്റേജിലാണ് ഇപ്പോഴത്തെ എല്ലാ തരത്തിലുള്ള AIകളും ഉള്ളത്. മറ്റത് ഡെവലപ്പായി കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതായത് ഇപ്പം ഒരു ചിത്രം നിർമ്മിച്ച് തരാൻ പറയുന്ന AI ആണെങ്കിൽ ആ ചിത്രം നിർമ്മിച്ച് തരുന്നതിലായിരിക്കും ആ AI കൂടുതൽ എക്സ്പെർട്ടൈസ് ഉണ്ടാവുക. ഇപ്പം ഞാൻ ചെസ് കളിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞോളുന്നില്ല. ഒരു ചിത്രകാരൻ ചിലപ്പോൾ ചെസ് കളിക്കും. മനുഷ്യന്റെ കാര്യം അങ്ങനെയാണ്. ഒരു മൾട്ടി ടാലന്റഡ് ആയുള്ള ആളാണ് അത് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പം മുടി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ പാട്ട് പാടും, ഡ്രസ്സ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ പാട്ട് പാടും. കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചെയ്യാനുള്ള കഴിവാണ് ഇനി AI ആർജിച്ച് വരേണ്ടതുള്ളൂ. അതുണ്ടെങ്കിൽ പോലും അതിനെ മിമിക് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ എന്തുള്ളൂ ഇപ്പം നിലവിലുള്ളൂ. ഇനി നിങ്ങളെ കൂടുതൽ ആർക്കും അറിയാം, ഇപ്പം അനിമാമന് വിജിതേച്ചി, അനിമാമന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് വിജിതേച്ചിനോട് ഫോൺ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ യൂട്യൂബിൽ എടുത്തിട്ട് പറയാൻ വെച്ചാൽ, അപ്പൊ അത് പറയുമ്പം ചിലപ്പോൾ വിജിതേച്ചിക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറയാൻ കഴിഞ്ഞോളന്നില്ല. ഇനി അതല്ല, നേരെ തിരിച്ച് അനിമാമൻ നേരെ യൂട്യൂബ് തുറക്കുകയാണെങ്കിൽ ചിലപ്പോൾ അനിമാമന് ഇഷ്ടപ്പെട്ട യൂട്യൂബിലെ വീഡിയോ ആയിരിക്കും ആദ്യം വരുന്നത്. ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിലോ ഉള്ള റീലായിരിക്കും ആദ്യം വരുന്നത്. എനിക്കിഷ്ടപ്പെട്ട റീലായിരിക്കും. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയാം. നമ്മളൊരു റീല് കാണുകയാണെന്ന് വിചാരിക്കാം, ഫേസ്ബുക്കിൽ എല്ലാവരും പരിചയം ഉണ്ടാവില്ല, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു നിമിഷം നമ്മൾ നിൽക്കുമ്പോൾ ആ നിമിഷം പോലും എന്താണ്, അത് ഡാറ്റയാണ്. നിങ്ങൾ ഇത് സ്ക്രോൾ ചെയ്തു, ആ സമയം അവിടെ നിന്ന്, വിച്ച് മീൻസ് അത് ഉദ്ദേശിക്കുന്നത് എന്താ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോ ഒന്ന് അതിലുണ്ട്. അത് ആ നിറമാകാം, അതിലെ കണ്ടന്റ് ആകാം, എന്തും ആകാം. ഇനി നിങ്ങൾക്ക് അടുത്ത് തരുന്ന റീൽ എന്തായിരിക്കും, അത് ആ ഇതുമായിട്ട് താതാത്മ്യമുള്ള സാധനമായിരിക്കും അടുത്ത് തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്തായിരിക്കും, നിങ്ങൾ അഡിക്റ്റഡ് ആയിരിക്കും. നിങ്ങളുടെ മക്കളിപ്പം സ്ഥിരമായിട്ട് റീല് കാണുന്നതിന് കുറ്റം പറയാൻ കഴിയില്ല നമുക്ക്. കാരണം അത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ്, പക്ഷെ നമ്മൾ അഡിക്റ്റഡ് ആയി പോവുകയാണ്. നമുക്ക് ആവശ്യമായ കണ്ടന്റ് എന്തോ അത് മാത്രമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് എന്തോ അത് മാത്രമാണ് തന്നുകൊണ്ടിരുന്നത്.
അതാണ് നിങ്ങൾ യൂട്യൂബിൽ ചിലപ്പോൾ വീട്ടിൽ സീരിയലായിരിക്കും കാണാം. സീരിയലിന്റെ എന്ത് സാധനം, ഈ അമ്മമാർക്ക് ഈ ഷോർട്സ് ഇല്ലേ യൂട്യൂബിലെ വീഡിയോസ്, അത് ഈ സീരിയലിലെ സാധനം മാത്രം. ചിലപ്പോൾ നിങ്ങളെ ഫോൺ എടുത്ത് നോക്കിയാൽ കാർട്ടൂണിന്റെ സാധനം കാണൂല. ഞാൻ പറഞ്ഞില്ലല്ലോ കാർട്ടൂൺ, എനിക്ക് കാർട്ടൂൺ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങളത് പറയാതെ പോലും ആര് മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നിർമ്മിത ബുദ്ധി മനസ്സിലാക്കുന്നതാണ്. സെർച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇനിയിപ്പം അവിടെ നമ്മൾ കൂടിയിരിക്കില്ല നമ്മളെല്ലാവരും. ഇത്രയും ഫോണുകൾ ഒരു ലൊക്കേഷനിൽ വരികയാണ് അല്ലേ, ഇതുപോലും എന്താണ് ഒരു ഡാറ്റയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ചിലപ്പോൾ ഫേസ്ബുക്കിൽ അടുത്തൊരു സാധനം കാണുന്നത് എന്തായിരിക്കും, ചിലപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചൊരു സംഭവത്തിൻ്റെ എല്ലാവരും ഒരുമിച്ച് പാട്ട് പാടുന്ന ഒരു ഇതായിരിക്കാം, അങ്ങനെ എന്തും ആവാം. ഇനി അടുത്ത കാര്യം പറയാം, ഇനി ഇതൊക്കെ മാത്രമാണോ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സാധനം മാത്രമാണോ ഇത്? ഇപ്പം നിങ്ങളിപ്പോൾ ഗൂഗിളിൽ ഒരു സാധനം പോയിട്ട് ഷർട്ട് എന്ന് സെർച്ച് ചെയ്താൽ, ഇപ്പം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എടുത്താൽ നിങ്ങൾക്ക് അടുത്ത് വരുന്നത് ഷർട്ടായിരിക്കും സ്വാഭാവികമായിട്ടും. ഇനി അതിനേക്കാളും അടുത്ത പടി എത്തിക്കഴിഞ്ഞു നമ്മളിപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ ചില വാക്കുകൾ ഉപയോഗിക്കും. ഇപ്പം ഞാൻ ഉപയോഗിക്കുമ്പോൾ നമുക്കിപ്പോൾ ജിമ്മിൽ പോകണ്ടേ, ഇപ്പം ജിം എന്നുള്ള വാക്കുണ്ടല്ലോ, ആ വാക്ക് വരെ എന്താണ് ഡാറ്റയാണ്. ആ ജിം എന്നുള്ള വാക്ക് ഉപയോഗിച്ചായിരിക്കും അടുത്ത ഡാറ്റ. ഇപ്പം നിങ്ങൾ അടുപ്പം തരുന്നിടത്ത് ചിലപ്പോൾ പ്രോട്ടീൻ പൗഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ജിമ്മിലെ വർക്കൗട്ടിൻ്റെ മറ്റു നിർദ്ദേശങ്ങളായിരിക്കാം. ഇതായിരിക്കും അടുത്തെന്ത് നിങ്ങളെ സോഷ്യൽ മീഡിയ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ വാക്കുകൾ നിങ്ങൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഡാറ്റ കൊടുക്കാതെക്കാൻ സാധ്യമാണോ? അപ്പം ഇതാണ് ആർക്കാണ് നിങ്ങളെ കൂടുതൽ അറിയാന്നുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റാണ് എപ്പോഴും ഇത് തന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഡാറ്റ എന്ന് പറയുന്നതാണ് ഈ കാലത്തെ രാജാവ്. ഇനി നമ്മുടെ നിത്യജീവിതത്തിലുള്ള സാധനങ്ങളിലേക്ക് വരാം. ഇപ്പം രാവിലെ നമ്മൾ എണീക്കുന്നത് നേരെ ഫോൺ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ലോക്ക് ഒരു പക്ഷേ നമ്പർ ലോക്ക് ആയിരിക്കാം, അല്ല കൈയിനോട് വെച്ചിട്ട് ഫിംഗർ പ്രിന്റ് തുറക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മുഖം ഫേസ് അൺലോക്ക് ആയിരിക്കാം. ഇപ്പോൾ ഇതിനുപയോഗിക്കുന്നത് എന്താണ്, ഈ ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധിയാണ്. നിങ്ങൾ കണ്ണട വെച്ചാൽ പോലും ചിലപ്പോൾ അത് തിരിച്ചറിയും, നിങ്ങളെ ഫേസ് ഷേപ്പ് തിരിച്ചറിയും. വേറൊരാൾ വെച്ചാൽ തിരിച്ചറിയോ? തുറക്കൂല. നിങ്ങളെ തമ്പ് ഇംപ്രഷൻ അതും ആ നിർമ്മിത ബുദ്ധിയാണ്. അത് മനസ്സിലായി കഴിഞ്ഞത് ഇതാണ് നിങ്ങളതെന്നും നിങ്ങളെ മുഖം ഇതാണെന്നും മനസ്സിലായി. ഇത് ഒരു നിർമ്മിത ബുദ്ധിയാണ്. ഇനി കുറേ കാര്യങ്ങൾ നമ്മൾ ഇനി അതേപോലെ വെർച്വൽ അസിസ്റ്റന്റ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഇതെന്ന് പറഞ്ഞാൽ പേരായിട്ട് മേടിക്കൊന്നും വേണ്ട. നമ്മളിപ്പം ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യും, ഗൂഗിൾ ചെയ്യും. ഹേ സിരി, ഹേ അലക്സ, ടേൺ ഓൺ ദ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടാവും, എനിക്കറിയില്ല. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുക. ഇതും ഒരു എന്താണ് നിർമ്മിത ബുദ്ധിയുടെ ഭാഗമാണ്. നമ്മളിനി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ എന്ത് ചെയ്യും, ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കും. ഈ ഗൂഗിൾ മാപ്പ് എങ്ങനെയാണ് നമുക്ക് ഒരു ഏറ്റവും എളുപ്പമുള്ള വഴി സജസ്റ്റ് ചെയ്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കുന്നു? ഇത് ഇതേപോലെ തന്നെയാണ്. ഇതേപോലെ നിങ്ങളെ ചുറ്റുമുള്ള ആളുകളെ എന്ത് ചെയ്യും, ഡാറ്റ എടുക്കുന്നു. നിങ്ങൾ യാത്ര ചെയ്യുന്ന ഇതേപോലെയുള്ള ആളുകളെ ഡാറ്റ എടുക്കുന്നു. ആ ഡാറ്റ എടുത്തിട്ട് ആ ട്രാഫിക് ഏറ്റവും കുറഞ്ഞ വഴി ഏതാണെന്ന് സാറ്റലൈറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, നമ്മളോട് പറയുന്നു. നമ്മൾ ആ എളുപ്പ വഴി, നമ്മുടെ ലൊക്കേഷൻ മതി. ലൊക്കേഷൻ ഡാറ്റയാണ്. ഞാൻ നേരെ പറഞ്ഞാൽ നമ്മൾ എവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യുന്ന പോയിന്റ് പോലും ഡാറ്റയാണ്. എവിടെ എന്താ പറയുക, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ റീല് നിൽക്കുമ്പോൾ ആ സമയം നമ്മൾ നിന്നു, അതത് മനസ്സിലായി. നിങ്ങൾ ചിലപ്പോൾ ഒരു റീല് മാത്രമായിരിക്കും ഷെയർ ചെയ്യുക. അത് നിങ്ങൾ ഒരു സാധനം ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റാളത് അറിഞ്ഞുകൊണ്ടിരിക്കണമെന്നോ നിങ്ങൾക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതെന്താണ്, അതൊരു ഡാറ്റയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഡാറ്റയാണ്. ചിലപ്പോൾ ഇനി കാര്യം പ്രേമാപ്പൻ ഒരു കാറ് മേടിക്കണം. കാറ് മേടിക്കുമ്പം ഏതെങ്കിലും ഒരു കാറിൻ്റെ ചിത്രം ചിലപ്പം തന്നാൽ എന്ത് ചെയ്യാം, അത് മേടിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ ഇഷ്ടപ്പെട്ട കാർ തന്നാൽ അതിനോട് ആ കസ്റ്റമർ അതിനോട് അട്രാക്റ്റ് ആവാനുള്ള സാധ്യത എന്താണ്, എപ്പോഴും കൂടുതലാണ്. അതാണ് അതുകൊണ്ടാണ് ഈ ഡാറ്റയാണ് എല്ലാം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ പേരും അഡ്രസ്സും എഴുതി കൊടുക്കുന്നതല്ല ഡാറ്റ. അത് മാത്രമല്ല, അത് ഡാറ്റയാണ്. അത് വിസിബിൾ ഡാറ്റയാണ്, ഇത് ഇൻവിസിബിൾ ഡാറ്റയാണ്. രണ്ട് സാധനങ്ങൾ. ഇനി ഈ ട്രാൻസ്പോർട്ടേഷൻ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ വേറെ ഒരു സാധ്യതകൾ ചിന്തിച്ചു നോക്കാം. ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് വേറെ ഗ്രഹങ്ങളിലേക്ക് പോകണമെങ്കിൽ മനുഷ്യൻ തന്നെ ഉള്ള റൂട്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി വളർന്നു വരുന്ന ഒരു AI-ക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ഇവിടുന്ന് ചൊവ്വയിലേക്ക് പോകാനുള്ള അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു പോസിബിലിറ്റി നിലവിലില്ല. അങ്ങനെ പോസിബിലിറ്റി ഉണ്ടായിക്കൂടായില്ല. നമ്മൾ പറയുന്ന അത്രയും അനന്തമായ സാധ്യതകൾ ഇതിലുണ്ട്.
ഇതിൻ്റെ അടുത്തത് സ്മാർട്ട് ഹോം ആൻഡ് സ്മാർട്ട് എഡ്യൂക്കേഷൻ. ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു സ്മാർട്ട് ഹോം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അച്ഛനും അമ്മയും കച്ചറ ഉണ്ടാക്കി വിചാരിക്കാം. കച്ചറ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ സാധാരണ ഇപ്പോൾ ഒരു DVD പ്ലെയർ ഉണ്ടാവും. അപ്പോൾ DVD പ്ലെയറിൽ എന്ത് സാധാരണ നമ്മൾ പാട്ട് വെച്ചാലും പാട്ട് നിങ്ങൾ കച്ചറ എത്തി മോൻ അല്ല ഒരാൾ അടുക്കളയിൽ ഒരാൾ റൂമിലാണെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു സാധ്യതയെ പറ്റി ആലോചിക്കുക. ആ DVD പ്ലെയർ ആ സന്ദർഭത്തിനനുസരിച്ച് ഒരു പാട്ട് ആ DVD പ്ലെയറിൽ ഇടാൻ കഴിയണം. ആ മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സാധനമാണ്. അതെന്താണ് ആ വീടിൻ്റെ അവസ്ഥ ആ സാധനം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്ന ഒരു സാധനം. ശരി, ഇപ്പം നിങ്ങൾക്ക് ചൂടെടുക്കുന്നുണ്ടപ്പോൾ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ സെൻസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാൻ പോസിബിൾ ആണ്, നിലവിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ അനന്തമായ സാധ്യതകൾ അവിടെ ഉണ്ട്, നിലവിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്ക് വേണ്ടത്ര ചൂടിൽ തരുന്ന സ്മാർട്ട് വാട്ടർ ഹീറ്ററുകൾ V-Guardന്റെ ഇപ്പം നിലവിലുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് ഇനി വേറൊരു കാര്യമാണ് സ്മാർട്ട് എഡ്യൂക്കേഷൻ. സ്മാർട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മോളെ ഇപ്പോൾ എത്ര ക്ലാസ്സിലാണ് അറിയാം? 1ാം ക്ലാസ് 2ാം ക്ലാസ്. 1ാം ക്ലാസ്സിലുള്ള ടീച്ചർ പഠിപ്പിക്കുന്നു, 1ാം ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുന്നു. പിന്നെ 10ാം ക്ലാസ്സിൽ എത്തുന്നു. 10ാം ക്ലാസ്സിലെ ടീച്ചർക്ക് ഈ കുട്ടിയുടെ 9 കൊല്ലത്തെ അല്ലെങ്കിൽ UKG LKG ഉൾപ്പെടെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടല്ല എന്ത് 10ാം ക്ലാസ്സിൽ ടീച്ചർ ഈ കുട്ടിയെ പഠിപ്പിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയുടെ വളർച്ചയിലുടനീളം കമ്പാനിയനായിട്ടൊരു സ്മാർട്ട് എഡ്യൂക്കേറ്ററായിട്ട് ഒരു AI നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. അതായത് ആ കുട്ടിയുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് കാര്യങ്ങൾ കൊടുക്കാനും കുട്ടിയെ വിലയിരുത്താനും കഴിയുന്ന ഒരു AI ടീച്ചർ പോസിബിളാണ്. ഇനി വേറൊരു കാര്യം, ചില കുട്ടികളുണ്ടാവും ചിലപ്പം 1ാം ക്ലാസ്സിൽ 1 കൊല്ലം മുഴുവൻ ആ കുട്ടി ഇരുത്തും. നമ്മൾ ചിലപ്പം അവൻ്റെ കഴിവ് പ്രകാരം അത്രയും കാലം ആ ക്ലാസ്സിൽ എന്ത് ഇരിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ആ കണ്ടന്റ് അവന് 5-6 മാസം കൊണ്ട് സ്വായത്തമാക്കാനും അടുത്ത ക്ലാസ്സിലേക്ക് പോകാനും അടുത്ത ലെവലിലുള്ള ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാനും ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്? അതിന് അനുവദിക്കുന്നില്ല. ഇനി നേരെ തിരിച്ച് വിദ്യാഭ്യാസമായിട്ട് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത ആളാണെന്ന് വിചാരിക്കുക. ഇവർക്ക് കൂടുതൽ ലോങ് ടേമിലുള്ള കൂടുതൽ സ്മാർട്ടായിട്ട് അവൻ്റെ എന്താണ് അവൻ്റെ കേപ്പബിലിറ്റി അനലൈസ് ചെയ്യുന്ന ഒരു അങ്ങനെ ഒരു സാധ്യതയും എന്താണ് പോസിബിളാണ്. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. AI എന്ന് പറയുമ്പോൾ ഇത് വേറെ എന്താണ്, എനിക്കിതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഇനി ഹെൽത്ത് കെയറിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലഡ്, യൂറിൻ, മറ്റു കാര്യങ്ങൾ. ഇപ്പം നമ്മളിപ്പോൾ ഒരു 2 കൊല്ലം മുന്നേ നിങ്ങൾക്കൊരു പനി വരുന്നു. 2 കൊല്ലം പനി വന്നിട്ട് അടുത്തുള്ള ഡോക്ടറെ കാണിക്കുന്നു. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് തലവേദനയോ കാലുവേദന അല്ലെങ്കിൽ നീര് വരുന്നു, വേറൊരു ഡോക്ടറെ കാണിക്കും. പിന്നെ വേറൊരു ഡോക്ടറെ കാണിക്കും. ഇത് നിങ്ങളുടെ ജീവിതകാലത്തിൽ നിങ്ങൾ എത്രത്തോളം ഡോക്ടർമാരെ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം അതിന് പകരം നിങ്ങളെ ജനനം എടുക്കുന്നത് മുതൽ നിങ്ങളെ മരണം വരെ നിങ്ങളെ ഫുൾ ഹെൽത്ത് ഹിസ്റ്ററി അറിയുന്ന ഒരു സ്മാർട്ട് AI ഒരു ഹെൽത്ത് കമ്പാനിയെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് എത്രത്തോളം ഇതായിരിക്കും. ഇപ്പം പനിയും എനിക്ക് അന്നത്തെ എന്തെങ്കിലും പ്രശ്നവും ചിലപ്പോൾ റിലേറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ 2 ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്താൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല. ഇനി അതേപോലെ ഇതൊന്നും നിലവിലില്ലാത്തതാണ്. ഇനി വേറെ കാര്യം പറയാം. ഇപ്പം കുറേ ഡാറ്റകൾ, കുറേ എക്സ്റേകൾ, മറ്റ് സാധനങ്ങളൊക്കെ ഇവ തമ്മിലുള്ള കണക്ഷൻസ് ഒന്നും ഡോക്ടർമാരെക്കാൾ ഉപരി പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ ആർക്ക് പറ്റും? ഈ നിർമ്മിത ബുദ്ധിക്ക് പറ്റും. ഇതിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റോബോട്ടിക് സർജറികൾ. ഈ റോബോട്ടിക് സർജറികളിൽ എന്താ യൂസ് ചെയ്യുന്നത്? നിർമ്മിത ബുദ്ധിയാണ്, സംശയമൊന്നുമില്ല. ആ മേഖല ഞാൻ പറഞ്ഞ പോലെ ആ മേഖലയിൽ മാത്രം കഴിവുള്ള അത്രയും നേരമായിട്ട് അത്രയും കഴിവുള്ള നിർമ്മിത ബുദ്ധിയുള്ള റോബോട്ടുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം, നിങ്ങൾക്ക് മരുന്ന് കുറിപ്പ് തരുന്നില്ലേ? മരുന്ന് കുറിപ്പ് തരുന്നെന്താ? പനി എന്ന് പറഞ്ഞു പോയാൽ എല്ലാവർക്കും എന്ത് ചെയ്യും? പാരസെറ്റമോൾ തരും. നിങ്ങളെ ജനിതഘടന മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ജനറ്റിക് കോഡ് ഡാറ്റ അറിയുന്ന ഒരു AI നിങ്ങൾക്ക് കറക്റ്റായ മെഡിസിൻ തരുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ലൈഫ് സ്പാൻ എത്രമാത്രം കൂടും? ആ ലൈഫ് സ്പാൻ കൂടുന്നതിന് ഫസ്റ്റ് സ്റ്റിൽ അത് എപ്പോഴും എന്താണ് നമുക്ക് ബെനിഫിഷ്യറി ആയിട്ടുള്ള കാര്യമാണ് ഈ ഹെൽത്ത് കെയറിലെ ഈ കാര്യം. അതായത് ഇല്ല
അതായത് എങ്ങനെയാണ് വളർന്നു വരുന്നത്? എങ്ങനെയാ? പ്രേമരാജ് ബാപ്പന്റെ ഡാറ്റ കൊടുത്തിട്ടാണ്, പ്രേമരാജ് ബാപ്പന്റെ ഹെൽത്ത് എല്ലാ ഡാറ്റയും കൊടുത്തിട്ടാണ് ആ AI മനസ്സിലാക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന്. അപ്പം അതേപോലെ വേറൊരാൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. നിങ്ങളെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാറ് മേടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട കളറിൽ അത് തരുമ്പോൾ നിങ്ങൾക്ക് അത് മേടിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഒരു ഷർട്ട് ആയിക്കോട്ടെ, ഒരു വാച്ച് ആയിക്കോട്ടെ, എന്ത് ആയിക്കോട്ടെ മേടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ ഈ ഡാറ്റയെ ഇത്രമാത്രം വിലമതിക്കുന്നത്. പിന്നെ AI എൻ്റർടൈൻമെൻറ്റ്, അതായത് നമ്മുടെ ആസ്വാദികരമായ കാര്യങ്ങളിൽ AIക്കുള്ള ഇൻഫ്ലുവൻസുകൾ. ഇപ്പം ഒന്ന് മെറ്റ AI എന്നാണ്. അത് നിങ്ങൾ എത്ര പേര് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. വാട്സപ്പിൽ മെറ്റ യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്നും കഴിഞ്ഞാൽ ആരെങ്കിലും ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യല്ലേ? ഇപ്പൊ ഞാനും ഇപ്പൊ കുരിശുമാവിനെ പോലെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കച്ചറ ഉണ്ടായെന്ന് വിചാരിക്കാം ചാറ്റിന്റെ ഇടയിൽ. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, മൂന്നാമതൊരാളോട് പോയി അഭിപ്രായം ചോദിക്കണമെന്നില്ല. എന്ത് ചെയ്യേണ്ടത്? മെറ്റ AI എന്ന് എഴുതിയിട്ട് എന്താണോ നമ്മുടെ സംശയം ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെയും അതിന്റെ ഇൻഫർമേഷൻ കാരണം എന്താണ്? അതൊക്കെ എന്താണ് അതിന്റെ തുടക്ക സ്റ്റേജിൽ മാത്രം എത്തിയിട്ടായിരുന്നു. അതെന്താണ്? അതിന്റെ ഫുഡ് കുറവാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡാറ്റ ഇപ്പോഴും ഇൻസഫിഷ്യന്റ് ആണ്. മലയാളത്തിലില്ല. അതായത് അതിന് ഡാറ്റ ഇല്ല, അതിന് ഫുഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. മലയാളത്തിൽ അത്ര അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എന്തില്ല, മലയാളത്തിലല്ല, അതിന് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ കുറവാണ്. അത്ര ഡാറ്റ എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് ഡാറ്റകളാണ് വേണ്ടത്. ഇപ്പൊ ഒരു കാര്യം പറയാം, ഇപ്പൊ ഒരു AIക്ക് ഒരു പൂച്ചേനെ നായനെ തിരിച്ചറിയണം. ഒരു AI ടൂളിൽ ഒരു പൂച്ചയും നായയും തിരിച്ചറിയണം. ഇപ്പം എനിക്കിപ്പോ അല്ലെങ്കിൽ ഉഷാനിക്കിപ്പോ ഒരു 3 പൂച്ചയെ കണ്ടിട്ട് ലോകത്ത് ഏത് പൂച്ചനെ കാണിച്ചാലും അത് പൂച്ചയാന്ന് പറയും. അത്ര കുറവ് ഡാറ്റ മതി. പക്ഷെ AIന്റെ കേസിൽ എങ്ങനെയാ? ലക്ഷക്കണക്കിന് പൂച്ചകളുടെ, ലോകത്തിലാകമാനം ലക്ഷക്കണക്കിന് പൂച്ചകളുടെ ഫോട്ടോ കൊടുത്ത് ട്രെയിൻ ചെയ്യിച്ചതിന് ശേഷം മാത്രമേ ഒരു പൂച്ചനെ കാണിക്കുമ്പോൾ അത് പൂച്ചയാണെന്നോ നായല്ല എന്ന് പറയാൻ AIക്ക് കഴിയുള്ളൂ. അത്രത്തോളം ഡാറ്റ എന്തിനു വേണം? AIക്ക് കാര്യം മനസ്സിലാക്കാം. ചിലപ്പോൾ ഒരു കണ്ണ്, മൂക്ക്, അതേപോലെ ചെവി, എല്ലാ ഫീച്ചറുകളും മനസ്സിലാക്കാൻ എത്രത്തോളം ഡാറ്റ AIക്ക് വേണം. അതാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത് AI നിന്നും അത്ര അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. 2 നായനെ കണ്ടാൽ ഏത് നായനെ കണ്ടാലും എനിക്ക് മനസ്സിലാവും. ഇതാണ് AI പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം. ഈ AI അതായത് കണ്ടന്റ് ക്രിയേഷൻ, അതായത് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പം നിമിഷ നേരം കൊണ്ട് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഒരു സാധനം തിരിച്ചു തരുന്ന ഒരു ചിത്രം ആയിക്കോട്ടെ, ഒരു വീഡിയോ ആയിക്കോട്ടെ, എന്തും തിരിച്ചറിയുന്ന AI ടൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്. രണ്ട് AI ടൂളുകൾ ഞാൻ പറയാം. suno.ai എന്നാണ്, നിങ്ങൾ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. suno.ai എന്നാണ് പേര്. അത് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ മ്യൂസിക് കമ്പോസ് ചെയ്യാനാണ്. നിങ്ങൾക്ക് നിങ്ങളെ ലിറിക്സ് ഇല്ല, ഇംഗ്ലീഷിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇംഗ്ലീഷിൽ നിങ്ങൾ ലിറിക്സ് എഴുതി കൊടുക്കുക, അതൊരു പാട്ടായിട്ട്. അത് ഇതുവരെ ലോകത്ത് എവിടെയും അങ്ങനെ ഒരു പാട്ടുണ്ടായിട്ടാണ്. നമുക്ക് അതിൻ്റെ പേരിൽ കോപ്പിറൈറ്റ് അടിക്കില്ല, ഒന്നും അടിക്കില്ല. ഇപ്പം കേരളം എന്നൊരു ടോപ്പിക് കൊടുത്ത് ചെയ്യുക, ആ ടോപ്പിക്കിൽ ആ AI കേരളത്തെ പറ്റി ഒരു ഇംഗ്ലീഷിലൊരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ AIക്ക് പറ്റും, ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യാൻ AIക്ക് പറ്റും. അത് എവിടെയും കോപ്പിറൈറ്റ് അടിക്കുന്നതല്ല. അതേപോലെ തന്നെ unknownperson.com എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലോകത്ത് ഇതുവരെ എക്സിസ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ടാവും. നമ്മൾ റിയലാന്ന് തോന്നും, ഇയാൾ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരിക്കും തോന്നും. പക്ഷെ അങ്ങനത്തെ അല്ലാത്ത ആളുകളുടെ ചിത്രം, റിയൽ മനുഷ്യന്മാരായിരിക്കും, പക്ഷെ അങ്ങനത്തെ അല്ലാത്ത ഫേസ് കട്ടുള്ള ആളുകളുടെ ചിത്രം ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? AIക്ക് പറ്റും. ഇനിയിപ്പോൾ വേറൊരു സാധനമുണ്ട്, wiggle.ai എന്ന് പറഞ്ഞൊരു സാധനം. ഇപ്പം ഞാൻ ഇപ്പോൾ പ്രേമരാജബാബിൻ്റെ ഒരു ഫോട്ടോ കുറച്ച് മുന്നേ ഇവിടെ നിന്ന് എടുത്തു. അപ്പം അത് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു ഇതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആളവിടെ കളിച്ചുകൊണ്ടിരുന്നു, ആ വീഡിയോയിൽ അയാളെ കളിച്ചുകൊണ്ടിരുന്നു. ആ സ്ഥാനത്ത് എൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുമ്പോൾ
ആ കളി അവിടെ വരണല്ലോ. ആ അത് എയുടെ വർക്കായിട്ട് വന്നതാണ്. ഞാൻ ആ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ അല്ലാതെ നേരത്തെ ചെയ്യും പോലെ മാസ്ക് ചെയ്യും പോലെ ഒന്നുമില്ല. രണ്ട് തരത്തിൽ പറ്റും. രണ്ട് തരത്തിലും കാര്യങ്ങൾ ചെയ്യാം. ഓൾറെഡി ഉള്ള വീഡിയോയിൽ ഈ ഫോട്ടോ കൊടുത്തപ്പോ അല്ല ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോയിൽ രാജപാപ്പന്റെ ഫോട്ടോ കൊടുത്തപ്പോൾ രാജപാപ്പനെ ആക്കി. ഇനി വേറൊരു സ്റ്റെപ്പിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, അതും പറ്റും. പക്ഷെ അതിനനുസരിച്ചുള്ള നിർദ്ദേശം നിങ്ങൾ ചെയ്യണം, നിങ്ങൾ കൊടുക്കണം. ഇതാണ് സ്റ്റെപ്പ് എന്നുള്ള നിർദ്ദേശം ചെയ്യണം, നിങ്ങൾ കൊടുക്കാൻ പറ്റും. ആ വിഭാഗം ഓഫ് എഞ്ചിനീയറിംഗ് ആണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇനി എഞ്ചിനീയറിംഗ് സൈഡിൽ പോകാത്ത അതുകൊണ്ട് പ്രോംപ്റ്റ് നമ്മൾ കൃത്യമായ നിർദ്ദേശം കൊടുത്താലേ കൃത്യമായ ഔട്ട്പുട്ട് കിട്ടും. ഇനി അതേപോലെ suno.ai എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വോയിസിൽ ഒരു പാട്ട് പാടിയിട്ട് എന്തെങ്കിലും നിങ്ങളൊരു വോയിസ് കൊടുത്തു കഴിഞ്ഞിട്ട് അതേ വോയിസിൽ ഇപ്പോൾ ഫേമസ് ആയ വേറൊരു പാട്ട് നിങ്ങളെ വോയിസ് പാടണമെങ്കിൽ അത് പോസിബിൾ ആണ്. പറ്റും. ആ പാട്ട് നിങ്ങളൊരു വോയിസ് കൊടുത്താൽ മതി ആദ്യം, എന്തെങ്കിലും ഒരു സാധനം. ഇനി അടുത്ത് പറയാനുള്ളത് ഇനിയുള്ള ഭാവി എങ്ങനെയാണ്. അതായത് ഈ നിർമ്മിത ബുദ്ധിയെ റോബോട്ടിക്സിലേക്ക്, അതായത് അതിൻ്റെ ഫിസിക്കൽ രൂപങ്ങളുണ്ടല്ലോ, റോബോട്ടുകളിലേക്ക് കൂട്ടിച്ചേർന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വളർച്ചയാണ് നമ്മൾ ഇത് മുന്നോട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയൊക്കെ വരുന്നത്. ഇപ്പം ഒന്ന് ഫാക്ടറികളിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ടാസ്കുകൾ ചെയ്യാൻ പറ്റും. വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇതിലുണ്ട്. ടൊയോട്ടയൊക്കെ കംപ്ലീറ്റ്ലി ഹ്യൂമൻസ് ഇല്ലാത്ത ഫാക്ടറികളാണ് ടൊയോട്ടയിലൊക്കെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഞാൻ പറഞ്ഞു റോബോട്ടിക്. ആ റോബോട്ടിനെ നിയന്ത്രിക്കാൻ ആര് വേണം, ഡോക്ടർ വേണമെന്ന് പറയും. ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയും എഞ്ചിനീയറിംഗിനില്ല, ഈ ഭാവി മെഡിസിൻ ആണെന്ന് പറയും. എഞ്ചിനീയറിംഗ് എടുക്കണോ മെഡിസിൻ എടുക്കണോ, മെഡിസിൻ മതി എന്ന് പറയും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു അടുത്തൊന്നുമല്ല, പക്ഷെ കുറച്ച് അടുത്ത് നിങ്ങളുടെ മക്കളൊക്കെ ആകുമ്പോഴേക്കും ഞാൻ പറയുന്നത് ഒരു മാക്സിമം പോസിബിലിറ്റി എക്സിന് പറയുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയിരിക്കും ആദ്യം റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. എഞ്ചിനീയറിംഗ് അല്ല. ശരി, ഇനി നിയന്ത്രിക്കാൻ ഡോക്ടർമാർ ആവശ്യം വേണ്ട. അതറിയുന്ന ആ നിർദ്ദേശം ഇതിന് കൊടുക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ, ഇത്രയും മെഡിക്കൽ ഡാറ്റയും കൂടി അവൈലബിൾ ആണെങ്കിൽ ഇത് റോബോട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതേപോലെ റെസ്ക്യൂ ഓപ്പറേഷനിൽ, അതായത് രക്ഷാപ്രവർത്തനങ്ങൾ, ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിൽ സുഭാഷ് കുട്ടേട്ടനെ വിളിച്ചതുപോലെ ഈ കുട്ടേട്ടനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മനുഷ്യന് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ, ആഴക്കടലുകളിൽ, ബഹിരാകാശത്ത്, അതേപോലെ തന്നെ ഗർത്തങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഇന്റഗ്രേറ്റഡ് റോബോട്ട്സുകളുടെ സാന്നിധ്യം. ഇപ്പം ബ്രഹ്മപുരത്ത് മറ്റേ തീപിടുത്തം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഇന്റഗ്രേറ്റഡ് റോബോട്ടിക്സിന്റെ സഹായം നമുക്ക് ഇപ്പോഴല്ല നേരത്തെ തീപിടുത്തങ്ങളിൽ ഉപയോഗിക്കാം. ഒരിക്കലും തീയൊന്നും എന്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല ചില അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പോകും. അതുപോലെ തന്നെ ഈ മാൻഹോളിൽ, അതായത് ആ മാൻഹോളിൽ വൃത്തിയാക്കുന്നുണ്ടല്ലോ, ഭൂരിഭാഗം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്, മനുഷ്യന്മാരാണ്. ഇതിനായിട്ട് അങ്ങനെ ഒരു വിഭാഗം മനുഷ്യന്മാർ ആ ജോലി ചെയ്യാൻ ഒരു കാലം ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ആ തരത്തിലേക്കൊക്കെ നമുക്ക് എന്ത് ഈ AI റോബോട്ടിക്സിനെ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ മൈനുകൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വീട് വൃത്തിയാക്കാൻ. ഈ വേറെ കാര്യം ഇതൊക്കെ വയസ്സായി വരികയാണല്ലേ. വയസ്സായി വരുമ്പോ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോ ആൾക്കാര് വയസ്സാവും. ഞങ്ങൾക്ക് വയസ്സാവും. ഇവിടെ മുൻ യുവാക്കളാണ് ഞങ്ങൾ ഭാവി വയസ്സുമാരാണ്. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മള് പോകുമ്പോ, ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോ നിങ്ങളെ മക്കൾ നിങ്ങളെ കൂടെ വരും, നിങ്ങൾ എന്താ പ്രതീക്ഷ ഉണ്ടോ? ഞാനായിരിക്കും കൂടെ ഉണ്ടാവുന്നറിയാം. കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോ ഇവരൊക്കെ കൂടെ വരുന്നത് ഏതെങ്കിലും റോബോട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ മരുന്നെടുത്ത് തരാനും നിങ്ങൾ ഡോക്ടറെ അടുത്ത് നിങ്ങൾ കാണിക്കാനും, കാണിക്കുന്ന ഡോക്ടർ ആരായിരിക്കും, റോബോട്ടായിരിക്കും. അത്തരത്തിലൊക്കെ രോഗം വളരും. നിങ്ങൾ വിചാരിക്കാതെ നടന്നു. പണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശം അടുത്ത സംസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് ഈ കുതിരേന്റെ പുറത്താണ് പോയിരുന്നത്. ഇന്ന് നിങ്ങളെ മോളെ കാണണമെങ്കിൽ, ചേച്ചിക്ക് ആവണിനെ കാണണമെങ്കിൽ ഇപ്പൊ കൊച്ചി പോയി കണ്ടിട്ട് കാര്യം പറഞ്ഞ കാര്യമില്ല. ഒരു വീഡിയോ കോൾ എടുക്കുന്ന ആവണി സുഖല്ലേ പറയുന്നത് കഴിഞ്ഞ് ഇത്തരത്തിൽ വളരാമെങ്കിൽ ഇതും പോസിബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. റോബോട്ടിക് സർജറി ചെയ്യാമെങ്കിൽ, മനുഷ്യന്റെ ഉള്ളിലൊരു അവയവം റോബോട്ടിക് സർജറി ചെയ്യാമെങ്കിൽ ഈ നെല്ല് കൊയ്യുന്നതും പോസിബിൾ ആണ്. വളരെ ഇനി ഇതിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
ഒരു ചില പ്രശ്നങ്ങൾ, ചില ലൂപ്പ് ഹോളുകൾ ഞാൻ ഗൂഗിളിൽ ഒരു സംവിധാനമുണ്ട്. ഗൂഗിൾ ഫോട്ടോസിന് നമ്മളിപ്പം ഒരു നായയുടെ ഒരു ക്യാറ്റിൻ്റെ ഒരു പൂച്ചയുടെ നായയുടെ ഫോട്ടോ ഇട്ടാൽ അതിൻ്റെ ഓരോന്നിൻ്റെ അണ്ടറിലാണ് വരിക. പൂച്ച ഹാഷ്ടാഗ് പൂച്ച എന്ന് സെർച്ച് ചെയ്താൽ പൂച്ചയുടെ ഫുള്ള് സാധനം കിട്ടും. ഹാഷ്ടാഗ് ഡോഗ് എന്ന് സെർച്ച് ചെയ്താൽ നായയുടെ ഫുള്ള് സാധനം കിട്ടും. ഇപ്പം ഹാഷ്ടാഗ് ജീപ്പ് എന്ന് സെർച്ച് ചെയ്താൽ ജീപ്പിൻ്റെ സാധനം കിട്ടും. ഇങ്ങനെ ഒരു 6-7 വർഷങ്ങൾക്ക് മുന്നേ ഗൊറില്ല എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ആഫ്രിക്കൻ വംശജരുടെ ഫോട്ടോ വന്ന ഒരു ഇഷ്യൂ എന്തുണ്ടായി, ഗൂഗിളിലുണ്ടായി. അന്ന് ഗൂഗിളിൽ വലിയ പിഴ ചുമത്തുകയും ആ സാധനം പിൻവലിക്കേണ്ടി വരികയും ചെയ്തു. ഈ സാധനങ്ങൾ തരംതിരിച്ചത് ആരാ? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി നിർമ്മിത ബുദ്ധിയാണ്. അപ്പോൾ കൃത്യമായ ട്രെയിനിങ് ഡാറ്റ കിട്ടാത്തതുകൊണ്ടുള്ളതാണ് എന്താണ് ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടായത്. ഒരു കാര്യം ഇതേപോലെ തന്നെ അമേരിക്കയിൽ ഇതേപോലെ ഒരു ജോബ് ആപ്ലിക്കേഷൻ ഫോം ക്ഷണിച്ചപ്പം, അതായത് വലിയ വലിയ കമ്പനികൾ ചെയ്തതെന്ന് വെച്ചാൽ ജോബ് ആപ്ലിക്കേഷൻസ് കുറേ ഉണ്ടാവുമല്ലോ. ഈ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നിർമ്മിത ബുദ്ധിയുടെ സഹായം തേടും. നിർമ്മിത സഹായം തേടിയപ്പം ഈ നിർമ്മിത ട്രെയിൻ ചെയ്തത് ഈ വെള്ള വംശജരെ മാത്രം സെലക്ട് ചെയ്യാനുള്ള ഇതാണ്. അപ്പം ഇന്ന് നോക്കുമ്പം ഈ വെള്ള വംശജർ മാത്രമാണ് കമ്പനിയിൽ ഇന്റർവ്യൂവിലേക്ക് എന്ത് വരുന്നത്, ആപ്ലിക്കേഷൻ കഴിഞ്ഞ് വരുന്നത്. പിന്നീട് ഇത് മനസ്സിലാവുകയും ആ ഡാറ്റ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്തത്. കുറച്ച് ഇതാണ് പറഞ്ഞത്. അതേപോലെ നമ്മുടെ ഡാറ്റയുടെ സെക്യൂരിറ്റി, നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നിടത്തോളം കാലം നമ്മളെ ഡാറ്റ നിങ്ങൾക്ക് ഞാനൊന്നും കൊടുക്കുന്നില്ല, ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ ഡാറ്റ എന്തായാലും പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി. പിന്നെ വേറെ അമേരിക്ക US മിലിറ്ററിയിൽ ഏറ്റവും അടുത്തുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, അതായത് ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു. ഈ ഡ്രോണ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു മിസൈൽ പോവുകയാണെങ്കിൽ ആ മിസൈൽ ലോഞ്ച് ചെയ്ത സ്ഥലം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രോൺ ഇങ്ങനെ പറക്കുന്ന സാധനം വരുന്നുണ്ടാവും. ആ ഡ്രോണ് ആ സ്ഥലം തകർക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡ്രോണിന് നിർമ്മിച്ചിട്ടുള്ളത്. ആ മിസൈൽ പോകുന്ന സ്ഥലം എവിടെയോ അവിടെ തകർക്കുക, മിസൈലിൻ്റെ ലോഞ്ച്. പക്ഷെ ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട് ഈ കൺട്രോൾ ചെയ്യുന്ന ആൾ ചില സ്ഥലങ്ങളിൽ ഡ്രോണ് പറയുമ്പോൾ ആ സ്ഥലങ്ങൾ ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ള വാസയോഗ്യമായ സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അത് അവിടെ നശിപ്പിക്കുന്നത് അവിടുത്തെ ചുറ്റുപാടുള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് എന്ത് പറയും, ഇയാൾ വേണ്ട അത് ചെയ്യേണ്ടെന്ന് പറയും. അങ്ങനെ കുറേ റിപ്പീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഈ ഡ്രോണ് മനസ്സിലാക്കുന്നത് എന്താ, ഇൻ്റെ പണിയെടുത്ത് തടസ്സപ്പെടുത്തുന്നത് ആരാണ്, ഇയാളാണെന്ന് മനസ്സിലാക്കുന്നത്. അടുത്ത നിമിഷം ഡ്രോൺ ചെയ്തത് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യം, ഇയാളെ കൊല്ലുന്നു. ഈ ഡ്രോൺ ഇയാളെ കൊല്ലുന്ന കൊല്ലുക മാത്രമല്ല, അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇയാൾ നിർദ്ദേശം ലഭിക്കുക എങ്ങനെയാ, ഇതിൻ്റെ മുകളിൽ ഒരു സുപ്പീരിയർ ഓഫീസർ ഉണ്ടാവും. ആ സുപ്പീരിയർ ഓഫീസർ ഒരു ടവർ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു സെന്റർ, ആ സെന്റർ അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ അടുത്ത ഇതിൽ ഈ ഡ്രോൺ എന്ത് ചെയ്യുക, ആ ഇൻഫർമേഷൻ സെന്റർ എന്ത് ചെയ്യുന്നത്, ഡ്രോൺ തകർക്കുന്നത്. അതിനുശേഷമാണ് കാര്യം മേലധികാരികൾ അറിയുന്നത് ഈ സംഭവം നടന്നതാണ്. ഇത്രയും അഡ്വാൻറ്റേജ് പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന യുദ്ധങ്ങൾ മനുഷ്യന്മാരിറങ്ങി വെടിവെക്കുന്നു എന്ന് വിചാരിക്കേണ്ട, അങ്ങനെയൊന്നും അല്ല. AI തമ്മിലായിരിക്കും. വിസിബിൾ ആയിരിക്കണം എന്നില്ല, വിസിബിൾ ആവാം, ഇൻവിസിബിൾ ആവാം, എന്തും ആവാം. ഈ ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും ഒക്കെ മനുഷ്യനെ റീപ്ലേസ് ചെയ്യുമോ, ഇതൊരു ചോദ്യം. അങ്ങനെ തോന്നൂലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഓർമ്മിക്കേണ്ടത്. 2 പൂച്ചയെ കണ്ടാൽ മതി നിങ്ങൾക്ക് എന്ത് പൂച്ചയെന്ന് മനസ്സിലാക്കാൻ. AI എന്ത് പോരാ, അത് പോരാത്തോടത്തോളം കാലം AI ഒരു പരിമിതി തന്നെയാണ്. ഡാറ്റ ഫുഡ് കിട്ടാൻ AI എപ്പോഴാണ് ലാസ്റ്റിൽ പറയാം. അതേപോലെ മൾട്ടി ടാലൻറ്റഡ്, നമുക്കൊരു ചീർപ്പ് സ്ട്രക്ചർ പോലുള്ള ആൾക്കാരാണ് ഇത് മനുഷ്യർ, എല്ലാം ഒരേ നീളത്തിൽ. അങ്ങനത്തെ ഉള്ള ആൾക്കാരെയാണ് ഇനിയുള്ള ഭാവിക്ക് ആവശ്യമുള്ളത്. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യില്ല, AI റീപ്ലേസ് ചെയ്യില്ല. നല്ലോണം ചെസ്സും നല്ലോണം ഫുട്ബോളും കളിക്കുന്ന ഒരു ഡോക്ടർക്ക് ഒരു AI അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ശരി, ഇപ്പോൾ ഒരു കാര്യത്തിലായിരിക്കും, ഭാവിയിൽ അതും വരാം. അടുത്തൊന്നും അങ്ങനെ ഒരു ചാൻസ് നമ്മൾ കാണുന്നില്ല. അത്രയും കേപ്പബിൾ, എല്ലാം സ്പെഷ്യലൈസ്ഡ്. അതായത് ഇപ്പം നിങ്ങൾ ഡോക്ടറാണ്, എനിക്ക് സർജറി മാത്രം ഞാൻ സ്പെഷ്യലൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ അയാളാണ് റീപ്ലേസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ. ഏറ്റവും അടിപൊളി ചെസ് പ്ലെയറാണ് ഞാൻ, പക്ഷെ അയാൾ റീപ്ലേസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇനിയുള്ള ലോകത്തിന് ആവശ്യം. ഒരു കൂർത്ത സ്ട്രക്ചർ അല്ല, ഒരു കോമ്പ് സ്ട്രക്ചർ, ചീർപ്പിന്റെ സ്ട്രക്ചർ. മനസ്സിലായത്.
ഇത് എഐയോട് ഹ്യൂമൻ എവല്യൂഷനെ പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ എഐ ഉണ്ടാക്കിയ വീഡിയോ ആണ്. ഞാൻ ഉണ്ടാക്കിയത് ഭയങ്കര ഫേമസ് വീഡിയോ ആണ്. ഈ നിങ്ങൾ വിചാരിക്കുക, ഇപ്പൊ എഐ മനുഷ്യനെ നശിപ്പിക്കുന്ന തരത്തിൽ വളർന്നു വിചാരിക്കുക. അങ്ങനെ വളർന്നെങ്കിൽ എഐയും റോബോട്ടുകളുണ്ടല്ലോ, സ്വന്തമായി ചിന്തിക്കാനും സ്വന്തമായി പ്രതികരിക്കാനും കഴിയുന്ന റോബോട്ടുകളുടെ കാലം. ആ കാലത്ത് നിങ്ങൾ വിചാരിക്കുകയാണ് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള മാർഗം നമ്മൾ പവർ കട്ട് ചെയ്യുന്ന ഇന്റർനെറ്റ് കട്ട് ചെയ്തു വിചാരിക്കാം. പോസിബിൾ ആണല്ലോ കട്ട് ചെയ്യാൻ, പവറും കട്ട് ചെയ്യാൻ, ഇന്റർനെറ്റും കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമോ? ആ കാര്യത്തെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമോ ഇല്ലേ? നിങ്ങൾ അഭിപ്രായം അറിയാൻ അതിനോട് എനിക്ക് പ്രതികരിക്കാനും ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിന് പവർ നേടിക്കൂടായിരുന്നു. പോസിബിലിറ്റി ഇല്ലേ? ഇനി എന്തെങ്കിലും ആരെങ്കിലൊക്കെ അത് പവർ കട്ട് ചെയ്താൽ ആദ്യം നമുക്ക് നിയന്ത്രിതമാണോ എന്നാണ്. ഇവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന പവർ ഉപയോഗിച്ചിട്ടാണല്ലോ. അതുപോലെ ഇന്റർനെറ്റോ ബേസ് ചെയ്തിട്ടാണല്ലോ ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അത് ഇല്ലാതെ കഴിഞ്ഞാൽ ഇത് സാധ്യമാവില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കുറച്ചുകൂടി ആൾക്കാർ സൂപ്പർ എഐ എന്നുള്ള ആ ഒരു സൂപ്പർ എഐ ഈ സാങ്കേതിക സൂപ്പർ എഐ അത് പിന്നെ ഒരു ഇമാജിനേഷൻ മാത്രമാവാനേ സാധ്യതയുള്ളൂ. മാത്രമായിട്ടല്ല, ഇതൊരു ഇമാജിനേഷൻ ആയിട്ട് അങ്ങനെ പോവാം. അത് അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നുള്ളൂ. അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിൽ പറയുന്നത് ഈ സൂപ്പർ എഐ മനുഷ്യനേക്കാളൊക്കെ പിന്നെ ഉയർന്ന് ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ ഒക്കെ ശേഷിയുള്ള തരത്തിലേക്ക് എ ഐ വളരുന്നതാണ് ഈ സൂപ്പർ എ ഐ പറയുന്നത്. അത് പിന്നെ സാധിക്കൂടെ? കാരണം പിന്നെ ഇതിൽ പറയുന്ന കാര്യവും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പിന്നെ ഒരുപാട് ആളുകൾ പല ഇൻഫർമേഷനും പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഈ ഇൻഫർമേഷൻ ഒക്കെ എ ഐ സ്വീകരിക്കുന്നു. അത് ഒരു മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നു, അതിൻ്റെ റിസോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ വരുന്ന ഈ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് അത് വേറെ പവർഫുൾ ആകുന്നു ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ തുടർന്ന് പോവുകയാണെങ്കിൽ ഇപ്പോൾ മറ്റൊരു പിന്നെ ഡയറക്റ്റ് ആയിട്ട് മനുഷ്യൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ തന്നെ ഈ ഡാറ്റകൾ തന്നെ പിന്നെ പരസ്പരം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പുതിയൊരു തലത്തിലേക്ക് വികസിക്കും എന്നാണ് ഇതിൻ്റെ അങ്ങനെ ആൾക്കാരെ പറയുന്നത്. അപ്പം ഈ സൂപ്പർ എഐയിൽ നമുക്കുള്ള സിനിമയെ പറ്റി പറയുന്നില്ലേ, അതിൻ്റെ പേരാണ് ആ സൂപ്പർ എ ഐ എങ്ങനെ എഫക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തോട്ടെ. മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ സ്വയം കഴിവുണ്ടാകുമ്പോൾ ആവാലോ. ഇപ്പൊ കമ്പ്യൂട്ടർ സ്പീഡ് ഹൈ സ്പീഡ് കമ്പ്യൂട്ടറായി കഴിഞ്ഞു അല്ലേ? സീറോ വൺ ഈ രണ്ട് അക്കങ്ങൾ ഉപയോഗിച്ചാണല്ലോ കമ്പ്യൂട്ടറിന്റെ പരിപാടി പോകുന്നത് അല്ലേ? രണ്ട് അക്കങ്ങളെ ഉപയോഗിക്കുന്നത്. അത് പിന്നെ അന്ന് എങ്ങനെയാണെന്ന് ഒന്ന് വിവരിക്കാവോ ചെറിയ തോതിൽ? അതായത് സീറോ വണ്ണിന്റെ പല പല കാൽക്കുലേഷനും മാത്തമാറ്റിക്കൽ ഏത് കാൽക്കുലേഷനും ഈ സീറോ വണ്ണിൽ കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് സീറോകളുടെയും കോമ്പിനേഷൻ ആണ് എല്ലാത്തിനും. ഈ കമ്പ്യൂട്ടർ കാണുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഈ സീറോയിലും വണ്ണിന്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഡാറ്റയാണ്. 0 1 അതാണ് ഓൺ ഓഫ് ആണ്. 0 എന്ന് പറഞ്ഞാൽ ലോ സ്റ്റേജും 1 എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റേജും ആണ് നോർമൽ. അതിന്റെ ഇൻവേർട്ടറും ഉണ്ട്. അതായത് 1 എന്ന് പറഞ്ഞാൽ ലോ സ്റ്റേജും 0 എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റേജും ആയിട്ടും പറയാം. അങ്ങനെ ഒന്ന് ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ, അങ്ങനെയുള്ളൂ. ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ നമ്മളിപ്പം ഒരു കോഡ് എഴുതുന്നു. നമ്മൾ ഹായ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ഹലോ എന്ന് പറയണം. നമ്മൾ എടുക്കുക പ്രിന്റ് ഹായ്, അപ്പോൾ കമ്പ്യൂട്ടർ തിരിച്ച് ഹലോ പറയുന്ന ഒരു കോഡാണ് വിചാരിക്കുക. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുക. കമ്പൈലർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കമ്പ്യൂട്ടറിൽ. ഈ കമ്പൈലർ ആണ് ഈ മെഷീൻ ലാംഗ്വേജിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ മാറ്റുന്നത്. ഈ കമ്പൈലർ ആണ് ഇതിനെ 0 1 ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. മാത്രത്തോളം മനസ്സിലാകുന്നില്ല. 0 1 ഈ കമ്പൈലർ ആണ് ചെയ്യുന്നത്. പലതരത്തിലുള്ള കമ്പൈലറുകൾ. പവർ കട്ടാക്കുന്ന പവർ കട്ടാണ്
നമ്മുടെ ഈ യന്ത്രം എന്ന് പറഞ്ഞ സിനിമയില് ആ പവർ കട്ടാക്കിയപ്പോ ഇതെന്ന് പറഞ്ഞാല് വേറൊരു കാറിന്റെ കൂടെ പൊളിച്ചിട്ട് അതിൽ നിന്ന് പവർ നേരിട്ടെടുക്കുന്ന ഇതൊക്കെയുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാനുള്ള പവർ കട്ടാവുന്ന സന്ദർഭത്തില് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇൻഫർമേഷനും കൂടെ നേരത്തെ ഇതിന് അതാണ് അത് കൃഷ്ണ പറഞ്ഞ പോയിന്റാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അത്രയും അഡ്വാൻസ്ഡ് ആയ ഒരു സാധനമാണെന്ന് ആലോചിക്കാം. അപ്പം അതിന് അതിജീവിക്കാനുള്ള കഴിവ് എന്തുണ്ടാവും, എന്തായാലും ഉണ്ടാവും. അതിന് ഉറപ്പായിട്ടും ഒരു ആൾട്ടർനേറ്റീവ് പവർ സോഴ്സ് ഉണ്ടായിരിക്കും. ന്യൂക്ലിയർ സെല്ലാവാം, സോളാറാവാം, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ കണക്ടിവിറ്റിയുടെ കാര്യം, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കണക്ടിവിറ്റി അല്ല, അത്രത്തോളം അഡ്വാൻസ്ഡ് ആണെങ്കിൽ അവരെ തമ്മിൽ കണക്ടിവിറ്റി ഇന്റർനെറ്റ് വേറെ പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളയുന്നത്. അപ്പോൾ ഇതെന്താണ്, പവർ കട്ട് ചെയ്യുന്നതും ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്നതൊന്നും ഇതിനുള്ള പോസിബിലിറ്റി അല്ല. പോകുന്ന കാര്യത്തില് അതിന് 120 വർഷമെങ്കിലും മിനിമം വേണമെന്നാണ് പറയുന്നത്. അത്രയും അഡ്വാൻസ്ഡ് ആണ്. എന്തായാലും പറയണം. ഇനി വേറെ കാര്യം പറഞ്ഞാൽ ഇനി വേറെ സാധ്യത പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, 3D പ്രിന്റിങ്ങും കൂടി. അതായത് ഇപ്പൊ മനുഷ്യന്റെ കാര്യത്തിൽ നമുക്കൊരു കൈയറ്റ് പോയി, കരൾ പോയി, ഹൃദയം പോയി, ഒന്നും ചെയ്യാനില്ല. ഇനി എന്താ റോബോട്ടിന്റെ കാര്യം ആലോചിക്കാം. ചിലപ്പോൾ റോബോട്ടിന് ഡാമേജ് ഒന്നും ആലോചിക്കാം, കൈ പോയി. 3D പ്രിന്റിങ് ഉപയോഗിച്ചിട്ട് ഈ കൈ കൂടി പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടാണെങ്കിൽ നിങ്ങൾ അതിനെങ്ങനെ നശിപ്പിക്കുന്നതെന്ന് വിചാരിക്കുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. 3D പ്രിന്റിംഗ് ഇല്ലേ, 3D പ്രിന്റിംഗ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പാർട്സ് അത് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡാമേജ് ആയ പാർട്ട് റീപ്ലേസ് ചെയ്യും. മനസ്സിലാവും. ഇനി വേറെ കാര്യം, ഈ ഇമോഷൻ നിങ്ങളെ നമ്മളിപ്പോൾ കുട്ടിയെ വളർത്തുന്നത് പോലെ ആയിരിക്കും ചിലപ്പോൾ ആ റോബോട്ട് നമ്മളെ കൂടെ ഉണ്ടാകുക അത്രയും കാലം. ആ റോബോട്ട് നമ്മളെ കൂടെ അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഇമോഷണൽ കണക്ഷൻ ആൻഡ്രോയിഡ് കുഞ്ഞപ്പലിനൊക്കെ പോലെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളെ ആക്രമിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കാതെ അപകടമായിരുന്നു, അപ്പോഴായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അതിനെ നശിപ്പിക്കാനുള്ള മെൻറ്റാലിറ്റി, മനുഷ്യൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് അതിനെ നശിപ്പിക്കാൻ മനുഷ്യന് ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല. അതൊക്കെ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങളെ മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യുമല്ലോ. മക്കൾ ഇന്നെ കൊല്ലുമെന്ന് വിചാരിച്ച് മക്കളെ കൊല്ലുമോ? ഇല്ല. സെയിം ലോജിക്ക് എന്തെങ്കിലും ആലോചിക്കാം. നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന റോബോട്ടാണ് വിചാരിക്കുക, നിങ്ങളെ ഹൗസ് കീപ്പ് ചെയ്യുന്ന റോബോട്ടാണ്, നിങ്ങളെ കമ്പാനിയൻ റോബോട്ടാണ്. ആ റോബോട്ട് അതെല്ലാം കണക്ട് ചെയ്ത ശേഷം നമ്മൾ ആക്രമിച്ച ശേഷം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ ഭയങ്കര കുറെ കാലത്തെ ശേഷമുള്ള പോസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അൾട്ടർനേറ്റീവ് പവർ സോഴ്സ് ഉറപ്പായിട്ട് അൾട്ടർനേറ്റീവ് പവർ സോഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും സ്വന്തമായിട്ട് സോളാർ ഇല്ലെങ്കിലോ സോളാർ ആവാം, ന്യൂക്ലിയർ സെല്ലാവാം, എന്തും ആവാം. അതിന് തന്നെ പവർ എടുക്കാലോ. ഇപ്പൊ കൃഷ്ണ പറഞ്ഞ പോലെ ഇലക്ട്രിക് കാറിന് എന്തിനെന്നെ എടുത്ത പോലെ സ്വന്തം ചാർജ് ചെയ്യാനായിട്ട് ഉണ്ടാവും. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, അന്ന് അത്രയും ഡെവലപ്പ് ആയ ഒരു സാധനത്തിന് ഒരു ആൾട്ടർനേറ്റീവ് പവർ സോഴ്സ് ഇല്ലാതെ ഒരു സാധനം അന്ന് ഡെവലപ്പ് ചെയ്യൂല. അതായത് ഒരു സോളാർ ഇപ്പൊ നമ്മൾ ആകെ ബഹിരാകാശത്തെ സാധനം വിടുന്നതാണ് സോളാർ പാനൽ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ സാധനം ഫസ്റ്റത്തെ ബൂസ്റ്റ് ഓഫ് എനർജി മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പിന്നുള്ള സാധനം സോളാറാണ്. ഇതിന് എന്ത് മതി? സോളാർ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് പവർ സോഴ്സ് സ്ഥിരമായി നിലനിൽക്കാനുള്ളത് അത് ഉണ്ടാക്കുമ്പോൾ തന്നെ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ടായി. പോസിബിളി എന്തായാലും ശരി അത്രയും ഡെവലപ്പായ സാധനം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഭവിഷ്യത്തിന് കാര്യം വെച്ചാൽ നമ്മൾ ഇതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതിലാണ് കാര്യം. പ്രശ്നക്കാരനാണോ ചോദിച്ചാൽ പ്രശ്നക്കാരനല്ല, അതെങ്ങനെ ഉപയോഗിക്കുന്നു, അതിനെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, സമൂഹത്തിന് എങ്ങനെ ഉപകാരപ്പെടുത്തുന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. കൺട്രോൾ ഇപ്പോഴും